നമ്മൾ കുഴുപ്പിള്ളി ബീച്ചിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിൽ തന്നെയാണ് കുഴുപ്പിള്ളി ബീച്ച്. ഞാറക്കലടുത്ത് കുഴുപ്പിള്ളി ബീച്ച്. അപ്പൊ ഇതാണ് കുഴുപ്പിള്ളി ബീച്ച്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. സത്യമായിട്ട് എനിക്ക് പേടിയായിട്ട് ഞാൻ കയറാത്തത്. ആരെങ്കിലും ഒരാൾ കയറുന്ന കണ്ടായിരുന്നെങ്കിൽ അത് കുഴപ്പമില്ലായിരുന്നു. കയറണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അയ്യോ, അത് തന്നെ പേടിയാ. അപ്പൊ പിന്നെ അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ എന്നെ നെഞ്ചടിക്കുന്നു. പക്ഷെ കൊതിയാവുന്നുണ്ട്. എവിടെയോ കണ്ടത്, ഒരു വീഡിയോ എന്തോ കണ്ടപ്പോൾ ഞാൻ കൊതിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും എന്നെ നെഞ്ച് കത്തി. പിന്നെയാണ് ഞാനിപ്പം കുറച്ചുള്ള കളിയൊക്കെ മതി മക്കളെ, എനിക്ക് പേടിയാണ് മക്കളെ. വെള്ളത്തെ കയറുന്നതും ഫോട്ടോ എടുക്കുന്നതും കയറിയിരിക്കുന്നതൊക്കെ ശിക്ഷാർഹമാണ്. വായുപുത്രൻ ഹനുമാനല്ലേ. ഇവിടെ വെള്ളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ രണ്ട് ചേട്ടന്മാർ. ഞാൻ വിചാരിക്കാം കേട്ടോ, ഞാൻ കുറച്ചു നേരം നോക്കിയപ്പോൾ ഈ തിരുമാല ഇങ്ങനെ പൊങ്ങി 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 എത്ര ഉയർത്തി വന്നാലും അത് ഇങ്ങനെ നിലം പൊത്തുമല്ലേ. ഡാ അച്ചടാ ഡാ, എന്തിനാണ് മനുഷ്യർ അഹങ്കരിക്കുന്നത്? ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം കൊണ്ടും മനുഷ്യൻ്റെ ആ ഒരു ബുദ്ധിശക്തിയും അവൻ്റെ ഒരു കഴിവും പ്രാപ്തിയും അതൊക്കെ അതിനു മുകളിൽ ദൈവത്തിൻ്റെ ഒരു ശക്തി കൊണ്ടാണ് മനുഷ്യർ ഉയരങ്ങളിൽ എത്തുന്നത്. അത് സാമ്പത്തികമായിട്ടാണ് ഏതൊരു രീതിയിലാണെങ്കിലും. പക്ഷേ ഉയരത്തിലെത്തുമ്പോൾ അവരാ വന്ന വഴി അങ്ങ് മറക്കുന്നു അല്ലേ. പഴയതെല്ലാം മറക്കുന്നു. അവർക്ക് അഹങ്കാരമായി അല്ലെങ്കിൽ ആ ഒരു നന്ദികേട് കാണിക്കുന്നു ദൈവത്തോട് മനുഷ്യരോടൊക്കെ. പക്ഷെ അവരൊക്കെ ഒന്ന് വിചാരിക്കണം, ഇത് ഇങ്ങനെ ഉയരത്തിൽ വന്നത് നിലം പൊത്താൻ അധികം താമസമൊന്നും വേണ്ട. അപ്പം ഈ അഹങ്കാരം ഒന്നും ഒരിക്കലും നല്ലതല്ല. മനുഷ്യനെ മനസ്സിലാക്കണം, സ്നേഹിക്കണം, കരുതണം, നന്ദി വേണം. അതെനിക്ക് തിരുമാലയെ നോക്കിയപ്പോൾ എനിക്ക് പറയണം തോന്നി. അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോകാട്ടോ. ഇവിടെയും പൈൻ ഫോറസ്റ്റ്. എപ്പോഴും ഫോറസ്റ്റ് എന്ന് പറയും. പൈൻ മരം. ഇവിടെ അത്രക്കില്ല. അപ്പോൾ നമ്മൾ ഒരു 3-4 ബീച്ചിൽ പോയി. ഞാറക്കൽ തൊട്ട് തുടങ്ങിയതാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞത് ലാസ്റ്റ് കുഴുപ്പിള്ളി ബീച്ചിലാണ് വന്നത്. അതൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞു. അപ്പം ഇപ്പം നമ്മളിനി നേരെ തിരിച്ച് തൊടുപുഴയ്ക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ കണ്ടേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. പക്ഷെ അത് തന്നെ കുറേ വിശേഷങ്ങളുണ്ട്. അപ്പം ഞാറക്കലൊന്നും നമുക്ക് കയറാൻ പറ്റിയില്ല. അതിന് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിനി തിരിച്ച് പോകുന്ന വഴി നമ്മൾ അങ്ങോട്ട് കുഴുപ്പിള്ളി ബീച്ചിലേക്ക് പോയപ്പോൾ ഇത് കണ്ടതാണ്. ഇത് നമുക്ക് അന്നേരം നമ്മൾ എടുത്തില്ല. ഇതേ കണ്ടോ, ഇത് നമ്മൾ ഈ ബീച്ചിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയേ.
ഈ സാധനം മനസ്സിലായില്ലേ, നമ്മളാ ഒരു പായലില്ലേ, പക്ഷെ അത് ഇത്രയും ഭംഗി പൂക്കൾ. ഞാൻ ആദ്യമായിട്ടോ ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ കൂട്ടായിട്ട് മൊത്തം നല്ല രസമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു പ്ലാൻ ചെയ്ത് വന്നതൊന്നും അല്ല കേട്ടോ. നമുക്ക് ബുള്ളറ്റ് റൈഡിങ് എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പം എങ്ങനെയുണ്ട്, പോയാൽ ഞാൻ കംഫർട്ടാണോ എങ്ങനെയൊക്കെയാണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. പക്ഷെ അത് വന്നത് ഇവിടം വരെ എത്തി. പക്ഷെ സൂപ്പർ കേട്ടോ, ഭയങ്കരമായിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ആയതുകൊണ്ട് കുറച്ച് വേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊളിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കാറിലും ബസ്സിനേക്കാളൊക്കെ ഇഷ്ടം നേരത്തെ 2 വീലറായിരുന്നു. പക്ഷെ ഇപ്പോഴും അത് എന്താ പറയുക, ഈ കാറിൽ പോയി ആ സുഖം പിടിച്ചു പോയതുകൊണ്ട് വയ്യാകൊക്കെ കാരണമാണ് കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല. പക്ഷെ ഇന്ന് ഒന്ന് പറയണ്ട, ബുള്ളറ്റ് റൈഡിങ് എന്ന് പറയുന്നത് പൊളിയാണ്, കിഡുവാണ് കേട്ടോ. അപ്പം ഇന്ന് ജസ്റ്റ് വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ എന്തായാലും പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഡിസംബറിന് ശേഷം, ഡിസംബർ ജനുവരിയിലൊക്കെയാണ് ഞാറക്കലിലെ ഫുൾ എല്ലാം ഓപ്പണിംഗ് ഒക്കെ ആവുള്ളൂ. അതൊക്കെ അതെല്ലാം ചേർത്തൊരു വീഡിയോ പിന്നീട് ഉണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പോൾ ശരി, ഇതേ സൂര്യ ഉദിച്ചപ്പോൾ നമ്മൾ വന്നതാണ്, സൂര്യ അസ്തമയത്ത് നമ്മൾ തിരിച്ചു പോകുന്നു. ഇതേ കണ്ടോ. വെളുപ്പിന് 3 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ 6 മണി ഒക്കെ കഴിഞ്ഞു, 6-6:30 ആയി. എന്നിട്ട് പോലും ഒരു അംശമാണ് ഈ സ്ഥലങ്ങളിൽ, ഈ ബീച്ചുകളിലെയും എല്ലാം നമുക്ക് എന്താ പറയുക കാണിക്കാൻ പറ്റിയുള്ളൂ. അപ്പം നമ്മൾ എന്തായാലും ഇതിൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് കാണണം. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ കാണില്ലേ, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം, ഇഷ്ടം ഉണ്ടാവണം, സ്നേഹം ഉണ്ടാവണം. അപ്പോൾ ശരി.